സ്തുതിക്കുവാൻ കഴിഞ്ഞ വർഷക്കാലം നമ്മെ കാത്തു പരിപാലിച്ചു. പുതിയൊരു വർഷത്തിൻ്റെ ആരംഭത്തിൽ സർവശക്തനായ ദൈവം നമ്മളെ ഇന്ന് പകലിൽ ഈ ആലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനേക ജീവിതങ്ങൾ മൺമറഞ്ഞു പോയി, അനേകർ പട്ടുപോയി, അനേകർ വിശ്വാസം തള്ളിക്കളഞ്ഞ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് പകലിൽ വിശ്വാസത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഒരവസരം കൂടി കർത്താവ് ദാനമായി തന്നു. ഇന്ന് പകലിൽ ഇത് ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിൻ്റെ സഹായമല്ലാതെ, ഇത് ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകലിൽ നമ്മെ തന്നെ ദൈവസം താഴ്ത്തി ഏൽപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു ൂരിയുള്ളെന്റെ മറ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു ൂരിയുള്ളെന്റെ മറ പിടിച്ചു. താരൻ തിരുക്കരം തേടിയെത്തി തന്റെ മാർവോട് ചേർത്തടച്ചു. താരൻ തിരുക്കരം തേടിയെത്തി തന്റെ മാർവോട് ചേർത്തടച്ചു. സർവ്വനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവ്വനന്മകൾക്കും സർവദാനങ്ങൾക്കും
സർവശക്തനായ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്ന സമയത്ത് അവിടുത്തെ വലിയവനായ ദൈവത്തിന്റെ വലിയ കൃപ അവിടെ ഞങ്ങളോട് പകരമാറാകണം. കഴിഞ്ഞ നാളത്തെ കരവരിയായി ശുദ്ധീകരണത്തോടെ അഭിഷേകത്തോടെ ദൈവവചനത്തിന്റെ നിറവിലോടെ ഒരു പടി കൂടി കർത്താവേ വിശുദ്ധിയോടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും. ദൈവത്തിന്റെ വചനത്തെ ഞങ്ങൾ വായിക്കുന്ന പോലെ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളെ ശുദ്ധീകരണം തന്നെയെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങൾ വായിക്കുന്നത് പോലെ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുമോ, ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുമോ ആർക്കും സാധ്യമല്ലോ. അതുകൊണ്ട് കർത്താവേ അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുമാറാകണമേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ ഞങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകണം. പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ച് ന്യായവിധിയെ കുറിച്ച് ബോധപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ വചനത്തിന്റെ ശക്തി അവിടെ ഞങ്ങളുടെ മേൽ വെളിപ്പെടുക ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുമാറാകണം. ഓരോ മണിക്കൂർ ഞങ്ങളെ വഴി നടത്തുമാറാകണം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടി പ്രാർത്ഥനയ്ക്കായി സ്തോത്രമാണ് യേശു ക്രിസ്തുവിനെ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കുന്ന സ്വർഗീയ പിതാവേ. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം എന്ന പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും ആ കർത്താവിന്റെ സംഘത്തിലേക്ക് ആമേൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല, കടന്നു വരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. നമ്മെ ശുദ്ധീകരിക്കുന്ന നമ്മെ ദൈവത്തിന്റെ വചനം ആണ് നമ്മെ എന്ത് ചെയ്യുന്നത്, ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കർത്താവായ യേശു ക്രിസ്തു ഈ പ്രകാരം പറയുവാനായിട്ടിടയായി തീർന്നു. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറഞ്ഞ ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങൾ എങ്ങനെയുള്ളവരാകുന്നു, ശുദ്ധിയുള്ളവരാകുന്നു. എന്നാൽ എല്ലാവരും അല്ലതാനുമെന്ന വിശുദ്ധ പുസ്തകം നമ്മെ എന്ത് ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ നമുക്ക് അല്പസമയം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നമുക്കായിരിക്കാം. അതിനായിട്ട് നമുക്ക് ഒരു വാക്യം നമുക്ക് ദൈവത്തിന്റെ സ്ഥലത്തിൽ വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം നമുക്ക് ദിവസങ്ങൾ വായിക്കാം. ഞാൻ ഉത്തരത്തിൽ നിന്നു കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു.
സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. Praise the Lord. ഇന്ന് പകലിൽ നാം വായിച്ച ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ്: ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ചെല്ലുവാൻ ബന്ധപ്പെടുന്നു. ഇന്ന് പകലിൽ ഞാൻ ചിന്തിക്കുന്ന രണ്ട് വിഷയമാണ്. ഒന്ന് ദർശനവും, രണ്ട് സ്വപ്നവും. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ്: ദർശനമില്ലാതിരിക്കുന്നിടത്ത് ജനം എന്ത് ചെയ്യുന്നു? മര്യാദ കെട്ട് നടക്കുന്നു. വെളിപ്പാടില്ലാകിയ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തെ നമുക്ക് പ്രബോധിപ്പിക്കുവാനുള്ളത്. ഒന്ന്, ദർശനമില്ലാതിരിക്കുന്നിടത്ത് എന്താണ്? ജനം മര്യാദ കെട്ട് നടക്കുന്നു. വെളിപ്പാടില്ലാകിയ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകും. ഇന്ന് പകലിൽ ഹബക്കൂക്ക് പ്രവാചകൻ എന്താണ് ഈ പ്രവചനം എഴുതുവാനുള്ള കാരണമെന്ന് ഒന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കടന്നുപോയി നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്താണ് ദർശനം, എന്താണ് സ്വപ്നം എന്ന് ദൈവത്തിന്റെ വചനം നാം ചിന്തിക്കുമ്പോൾ, ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒരു മാധ്യമമാണ് ദൈവം തന്റെ ജനത്തിന് എന്ത് കൊടുക്കും? സ്വപ്നം കൊടുക്കും. എന്ത് കൊടുക്കും? സ്വപ്നം കൊടുക്കും. രണ്ട്, ദർശനം കൊടുക്കും. രണ്ട് കാര്യങ്ങളാണ്: സ്വപ്നവും ദർശനവും. രണ്ട് കാര്യത്തിലൂടെയാണ് ദൈവം തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ വിഷയത്തെ ദൈവം എന്ത് ചെയ്യാണ്? തന്റെ ജനത്തോട് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആരോടൊക്കെയാണ് ഈ സ്വപ്നത്തിലൂടെ വെളിപ്പെടുന്നത്? അപ്പോൾ വചനം നാം പഠിക്കുമ്പോൾ അതിപ്പോൾ ആരിലൂടെയാണെങ്കിലും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കുവാൻ. ദൈവത്തിന് ചില പ്രത്യേക ജനം വേണമെന്നൊന്നും എന്തില്ല, ദൈവത്തിന് നിർബന്ധമില്ല. ചില വിഷയങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നത് തനിക്ക് ഇഷ്ടമുള്ളവരോട് ദൈവം എന്ത് ചെയ്യും? ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ ദർശനവും സ്വപ്നവും. ഈ ഹബക്കൂക്ക് പ്രവാചക പുസ്തകം 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഹബക്കൂക്ക് പ്രവാചകൻ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? ദർശിക്കുകയാണ്. താൻ ദർശിച്ച ദർശനം ഒരു സന്തോഷമുളവാക്കുന്ന അല്ലെങ്കിൽ ഒരു ഉത്തേജനമുളവാക്കുന്ന ഒരു ദർശനമല്ല ആര് കണ്ടത്? ഹബക്കൂക്ക് കണ്ടത്. താൻ കണ്ട ദർശനം ഇപ്രകാരമാണ്: വിദൂരതയിൽ നിന്ന് ഒരു ജാതി കടന്നു വന്ന് യഹൂദിയെയും തന്റെ ജനത്തെയും ആക്രമിച്ച് പിടിച്ച് എങ്ങോട്ട് കൊണ്ടുപോവുകയാ? ബാബേലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദർശനമാണ് ആര് കണ്ടത്? ഹബക്കൂക്ക് പ്രവാചകൻ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ ദർശനം കണ്ടപ്പോൾ തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ചില ആവലാദികൾ വെളിപ്പെട്ടു വരുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ചില വേദനകൾ തന്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെട്ടു വരുവാനായിട്ടിടയായി തീർന്നു. അതാണ് 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ദൈവത്തോടുള്ള നിലവിളിയും ദൈവത്തോടുള്ള സങ്കടയാചനയും ആണ്. 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന് ചരിത്രം നമുക്കറിയാം. ഇസ്രായേലിനെ രണ്ടായിട്ട് എന്ത് ചെയ്തു? വിഭാഗിക്കുവാനായിട്ടിടയായി തീർന്നു.
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ്: രണ്ട് രാജ്യങ്ങളായി എന്ത് ചെയ്തു? ഇസ്രായേൽ ജനം പിരിഞ്ഞു പോകുവാനായിട്ടിടയായിത്തീർന്നു. 10 രാജ്യങ്ങളായിട്ട് ഇസ്രായേൽ എന്നും ആമേൻ 2 രാജ്യങ്ങൾ വേർപിരിഞ്ഞ് ആമേൻ യഹൂദിയ എന്ന് പറയുന്ന രാജ്യമായിട്ട് എന്ത് ചെയ്തു? അവിടെ വേർപിരിയുവാനായിട്ടിടയായിത്തീർന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യഹൂദ എന്ന 2 രാജ്യങ്ങളായിട്ട് വേർപിരിഞ്ഞു. ഇസ്രായേൽ എന്ന് പറഞ്ഞ 10 ഗോത്രങ്ങളും 2 ഗോത്രങ്ങൾ യഹൂദ ബെന്യാമീൻ എന്ന 2 ഗോത്രങ്ങളായിട്ട് ആമേ വേർപിരിഞ്ഞതായിട്ട് ആമേ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ ആമേൻ 24 മുതലും, അതുപോലെ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 രാജ്യങ്ങളായി പിരിഞ്ഞത് എന്നോ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രകാരമാണ്: യഹൂദ ജനത്തിന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും പാപം നിമിത്തം എന്തായിത്തീർന്നു? 2 രാജ്യങ്ങളായി മാറി. ആ രാജ്യത്തിന് നേരെ വെളിപ്പെട്ടു വരുന്ന ചില ന്യായവിധിയും ആണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ അവൻ വെളിപ്പെടുത്തിയ 2-3 അവൻ ദർശനമാണ്. ഒന്ന്, തന്റെ ജനത്തെ ആരാധിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ജനത്തെ വേർതിരിക്കുക എന്നുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതി അവിടെ എന്ത് ചെയ്യാം? ദൈവം തന്റെ ജനത്തോട് വെളിപ്പെടുത്തുകയാണ്. ആ ദർശനം ആർക്ക് വെളിപ്പെടുത്തി? യഹോവയായ ദൈവം അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേദനിച്ചു. കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ചു വേദനിച്ചു. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന മനോഹര ദേശത്തേക്ക് എന്ത് ചെയ്യണം? പോകണം. എന്താണ് ദൈവത്തിന്റെ ദർശനം? എന്നെ ആരാധിക്കുവാൻ. ആരെ ആരാധിക്കുവാൻ? ദൈവത്തെ ആരാധിക്കുവാൻ. ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിനൊരു ജനതയെ ആവശ്യമുണ്ട്. അതിനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ മറഞ്ഞിരിക്കുന്ന ചില ദർശനങ്ങൾ ദൈവം തന്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ ദർശന പ്രകാരം ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിപ്പാനായിട്ടിടയായിത്തീർന്നു. എന്താ ദൈവത്തിന്റെ പദ്ധതി? അവൻ എന്റെ ജനമെന്ന് വിളിക്കപ്പെടുവാൻ, തന്റെ മഹത്വം ആ ജനത്തിന്റെ മേൽ വെളിപ്പെടുവാൻ, തന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ആ ജനത്തിന്റെ മേൽ വെളിപ്പെടുവാൻ, താൻ വെളിപ്പെടുത്തുന്ന ദൈവിക ന്യായപ്രമാണവും ദൈവത്തിന്റെ കൽപ്പനകളും അവൻ ജനം അനുസരിച്ച് ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന ദേശത്തോട് വിളിച്ചു പറവാൻ അവൻ ജനത്തെ ദൈവം വിളിച്ചു വന്നിരിക്കുന്ന 1-ാമത്തെ ദർശനമാണ് യഹോവയായ ദൈവം തന്റെ ഭക്തനായ അബ്രഹാമിനെ മേൽ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു. അതെങ്ങനെയാണ് വെളിപ്പെടുന്നത്? 1, സ്വപ്നത്തിലൂടെയും 2,
വെളിപ്പാടിലൂടെ. എന്നാൽ ഇങ്ങനെ ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവജനം പലപ്പോഴും ദൈവത്തിന്റെ വചനം വിട്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ടുമാറി അന്യദൈവങ്ങളെ സേവിക്കുവാനും അന്യദൈവന്മാരെ അവൻ പിൻപറ്റുവാനും യഹോവയായ ദൈവത്തെ വിട്ടുമാറി യഹോവയായ ദൈവത്തെ പലപ്പോഴും കോപിപ്പിക്കുവാനും തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ പലപ്പോഴും ദുഃഖകരമായ ചില അവസ്ഥകൾ അവനെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും വെളിപ്പെട്ടു വരുവാനായി തീർന്നു. അങ്ങനെ യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുവാനായി തീർന്നു. എന്നാൽ അതിനുശേഷം ആമേൻ അബ്രഹാമിന്റെ സന്തതിയായ യാക്കോബ്, ഇസ്ഹാക്കിന്റെ സന്തതിയായ യാക്കോബിന്റെ സന്തതിയായ 12 പേർ ആമേൻ അതിൽ ആമേൻ ഒരു ഗോത്രത്തെ യഹോവയായ ദൈവം പ്രത്യേകിച്ച് വേർതിരിച്ചു. എന്തിനാണ് ആ ഗോത്രത്തെ വേർതിരിച്ചത്? ആ ഗോത്രമാണ് യഹൂദ ഗോത്രം. അവരെന്താണ് സംഭവം? യഹൂദ ഗോത്രത്തെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്തിനാണ്? വാഗ്ദത്തമാശികയായ കർത്താവായ യേശു ക്രിസ്തു അവൻ ജനിക്കുന്നത് ഏത് ഗോത്രത്തിലാണ്? യഹൂദ ഗോത്രത്തിലാണ്. ആ ഗോത്രത്തെ യഹോവയായ ദൈവം അവൻ വിളിച്ചു വേർതിരിക്കുവാനായി തീർന്നു. 10 ഗോത്രത്തെ എന്ത് ചെയ്തു? അവരെ വിളിച്ച് വേർതിരിച്ചതാണ്. പക്ഷേ ഈ 10 ഗോത്രം എന്ത് ചെയ്തില്ല? യഹോവയായ ദൈവത്തെ അനുസരിക്കാതെ, യഹോവയായ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ അവർ ദൈവത്തിന്റെ വഴികളെ വിട്ടുമാറി യഹോവയായ ദൈവത്തെ പലപ്പോഴും കോപിപ്പിക്കുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. അങ്ങനെ ആ 10 ഗോത്രത്തെ യഹോവയായ ദൈവം ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? അശ്ശൂർ രാജാവിന്റെ കയ്യിൽ യഹോവയായ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് 10 ഗോത്രം. അതിന് ചരിത്രമാണ്. ആമേൻ ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ ആമേൻ 24 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. അശ്ശൂർ രാജാവ് ബാബേൽ, കൂഥ, ഔവ, ഹമാത്ത്, സെഫർവദീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. അവർ അവിടെ പാർക്കുവാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ ഇപ്രകാരമാണ് 10 ഗോത്രങ്ങൾ. അതിനെ ഇസ്രായേൽ എന്ന് അവയെ വിളിക്കുന്ന ഈ 10 ഗോത്രങ്ങൾ യഹോവയായ ദൈവത്തിന്റെ വചനത്തെ അവർ എന്ത് ചെയ്തില്ല? ഭജിച്ചില്ല. യഹോവയായ ദൈവത്തെ അവർ എന്ത് ചെയ്തില്ല? ആരാധിച്ചില്ല. യഹോവയായ ദൈവത്തിന്റെ കൽപ്പനകളെ അവർ എന്ത് ചെയ്തില്ല? അനുസരിക്കാത്തത് കൊണ്ട് അവരെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവരെ 10 ഗോത്രങ്ങളെ യഹോവയായ ദൈവം അശ്ശൂരിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിത്തീർന്നു. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവൻ ഇസ്രായേലിനോട് പറയുകയാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തില്ല? എണ്ണപ്പെടുന്നുമില്ല. ദൈവജനത്തെ എന്തിനാണ് ദൈവം വിളിച്ചു വേർതിരിച്ചത്? ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ട്.
ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ വേണം, ജാതികളെ മര്യാദ പഠിക്കാതെ വേണം, ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന്റെ കൽപ്പനകളെ അതുപോലെ പ്രമാണിക്കാനുമാണ് യഹോവയായ ദൈവം ഇസ്രായേലത്തെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഇസ്രായേലും പലപ്പോഴും ദൈവത്തിന്റെ വഴി വിട്ടുമാറി അവർ മുൻപോട്ട് പോയപ്പോൾ യഹോവയായ ദൈവത്തിന്റെ ന്യായവിധി ആടുമേൽ വെളിപ്പെടുവാനായിത്തീർന്നു. ഇസ്രായേലിന്റെ മേൽ അവൻ വെളിപ്പെടുവാനായിത്തീർന്നു. പലപ്പോഴും ന്യായവിധി എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിനൊന്നും വലിയ കയ്യടി എന്തില്ല, കിട്ടത്തില്ല. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ അവൻ എനിക്ക് വിളിച്ചു പറയുന്ന ഒരു കാര്യം, അവൻ ഇത് ന്യായവിധിയുടെ പുസ്തകമാണ്. വചനം പറയുന്നു, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും ദൈവത്തെ തള്ളിക്കളയുന്നവർക്ക് ന്യായവിധിയുടെയും പുസ്തകമാണ്. ഏത് പുസ്തകം? വിശുദ്ധ വേദപുസ്തകം. ആവർത്തന പുസ്തകം 28-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവത്തെ ആരാധിച്ചാൽ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ, അനുഗ്രഹത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ താഴേക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ ഇപ്രകാരമാണ്: യഹോവയായ ദൈവത്തിന്റെ വചനത്തെ വിട്ടുമാറിയാൽ അവിടെ അനുഗ്രഹത്തിന് പകരം എന്താ വെളിപ്പെടുന്നത്? ശാപമായി വെളിപ്പെടുവാനായി. അപ്പോൾ ദൈവത്തെ അനുഗ്രഹിക്കുക, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും ദൈവത്തെ വിട്ടുമാറുന്നവർക്ക് ശാപവും പ്രസ്താവിക്കുന്ന ഒരു വെളിപ്പാടിന്റെ പുസ്തകമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ രണ്ടും ഈ വിശുദ്ധ വേദ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെന്ത് വേണമെന്ന് തീരുമാനിക്കുവാൻ അവകാശവും ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് പ്രവാചകൻ കാണുന്ന ദർശനം, ആ ദർശനം ഒരു സന്തോഷത്തിന്റെ ദർശനമല്ല, ഒരു ന്യായവിധിയുടെ ദർശനമാണ്. കാരണം 10 ഗോത്രങ്ങളെ അശ്ശൂരിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ഉദാഹരണത്തിന് നമ്മുടെ ആരുടെയെങ്കിലും ബന്ധപ്പെട്ടവരെയോ സ്വന്തക്കാരെയോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ജീവിതത്തിൽ കടന്നു വന്നാൽ നമുക്ക് വെറുതിരിക്കാൻ പറ്റുമോ? ഒരു പ്രതികൂലം നമ്മുടെ സ്വന്തപ്പെട്ടവർക്കോ ബന്ധുക്കൾക്കോ ചാർച്ചക്കാർക്കോ ആരുടെയെങ്കിലും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല? വെറുതെ ഇരിക്കുവാൻ കഴിയത്തില്ല. ഈ 10 ഗോത്രങ്ങളെ അശ്ശൂരിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അതിനു പകരം ആരെ കൊണ്ടുവന്ന് പാർപ്പിച്ചു? അശ്ശൂരിലുള്ള ജനത്തെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് പാർപ്പിച്ചു. ഇതിന്റെ പിന്നിൽ ഒരു പൈശാചിക ശക്തി വെളിപ്പെടുന്നുണ്ട്. കാരണം ദൈവവചനത്തിന് വിരോധമായി ദൈവജനത്തെ തെറ്റിച്ചു കളയുന്ന ചില ഫറവോന്റെ ശക്തികൾ, ചില അശ്ശൂരിന്റെ ശക്തികൾ വെളിപ്പെടുന്നുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. അതിന് ഈ പകൽക്കാലം നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യണം? നാം ജയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ അശ്ശൂർ എന്ന് പറയുന്ന രാജാവിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ പൈശാചിക മന്ദിരങ്ങൾ വെളിപ്പെടുത്തി. അത് അവരുടെ വ്യാപാര ശക്തിയാണ്. ആരുടെ വ്യാപാര ശക്തി? അശ്ശൂർ രാജാവിന്റെ വ്യാപാര ശക്തി.
അതിനെ നീ പകൽക്കാലം തകർക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദേശത്ത് വ്യാപരിക്കുന്ന അശൂരിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം സ്വർഗം വെട്ടാൻ പോവുകയാണ്. അവൻ ദൈവജനത്തെ മുൻപോട്ട് വിടുകയില്ലെന്ന് വാതുകെട്ടി പോരാടി നിൽക്കുന്ന അശൂരിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം സ്വർഗം വെട്ടിക്കൊണ്ട് ഹല്ലേലൂയ ദേശത്തെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന അശൂരിന്റെ ശക്തികൾ ദൈവജനത്തെ തടയുന്ന, ദൈവജനത്തെ മുൻപോട്ട് വിടുകയില്ലെന്ന വാതുകെട്ടി പോരാടുന്നതിന് അശൂരിന്റെ ശക്തികൾ സ്വർഗം വെട്ടിമാറ്റിക്കൊണ്ട് ചില നന്മയുടെ വഴികൾ ഹല്ലേലൂയ ദൈവം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അശൂരിന്റെ ശക്തികൾ എന്ന് പറയുന്നത് ദൈവവചനത്തിന് വിരോധമായി ദൈവജനത്തെ തെറ്റിച്ചു കളയുന്ന അശൂരിന്റെ ശക്തികൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെയുള്ള അല്ലെങ്കിൽ 10 ഗോത്രത്തിലുള്ള ഇസ്രായേലിനെ മുഴുവൻ അടിമകളാക്കി എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അശൂരിൽ നിന്നുള്ള ആൾക്കാരെ എവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു? ഇസ്രായേലിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? യഹോവയായ ദൈവത്തെ ആരാധിച്ചില്ല. അങ്ങനെ 10 ഗോത്രത്തിന്റെ മേൽ യഹോവയായ ദൈവത്തിന്റെ ന്യായവിധി എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ഇത് കണ്ട പ്രവാചകൻ താൻ എന്ത് ചെയ്യാണ്? യഹോവയായ ദൈവത്തോട് നിലവിളിക്കുകയാണ്. 10 ഗോത്രത്തെ എന്ത് ചെയ്തു? പിടിച്ചു കൊണ്ടുപോയി. ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം എന്ത് ചെയ്തു? ഇല്ലാതെ പോയി. കാരണം എന്താണ്? ദൈവത്തിന്റെ വചനം അവർ എന്ത് ചെയ്തു? അറിയായ കൊണ്ട്. താഴേക്ക് വായിച്ചു. അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ച് അവർ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായികയാൽ അവ അവരെ കൊന്നുകളയുന്നു. അതിന് അശൂർ രാജാവ്, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുവീൻ. അപ്പോൾ പുരോഹിതന്മാരെ എന്ത് ചെയ്തു? പിടിച്ചു കൊണ്ടുപോയി. പുരോഹിതന്മാരും ആരെ ആരാധിച്ചില്ല? യഹോവയായ ദൈവത്തെ ഭജിച്ചില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? പുരോഹിതന്മാരെയും ദൈവം എന്ത് ചെയ്തേനെ? രക്ഷിച്ചേനെ. ചില പ്രതികൂലത്തിന്റെ അവസ്ഥകൾ അശൂരിന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. പക്ഷെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറില്ല, കാര്യങ്ങൾ പലപ്പോഴും മനസ്സിലാകാറില്ല. മനസ്സിലാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറില്ല? പ്രാർത്ഥിക്കാറില്ല. റൈസലോ. അപ്പൊ ഞാൻ ആ വെളിപ്പാടിലേക്കാണ് വരുന്നത്. റൈസലോ. അപ്പോൾ സ്വപ്നം, ദർശനം, ഇപ്പോൾ ഈ ന്യായവിധി, അപ്പോൾ ഈ ഹബക്കൂക്ക് എവിടെ ഇപ്പൊ താമസിക്കുന്നപ്പോൾ ഈ 10 ഗോത്രത്തെയും അശൂരിലേക്ക് കൊണ്ടുപോയി. ബാക്കി എത്ര ഗോത്രമുണ്ട്? 2 ഗോത്രമുണ്ട്. ഏതൊക്കെ ഗോത്രം? 1 യഹൂദ ഗോത്രവും 2 ബെന്യാമീൻ ഗോത്രവും. 2 ഗോത്രം. ഈ 2 ഗോത്രത്തെ യഹോവയായ ദൈവം എന്ത് ചെയ്തു? ഇസ്രായേലിൽ ശേഷിപ്പിക്കുവാനായിട്ടിടയായി. അതുകൊണ്ടാ നാം പ്രാർത്ഥിച്ചപ്പോൾ ഇതാ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിൽ കൂടി കടന്ന് രക്ഷകരായി പാറായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഒരു ഗോത്രത്തെ യഹോവയായ ദൈവം വിളിച്ചു വേദനിക്കുവാനായിട്ടിടയായി തീർന്നു. എന്താ പദ്ധതി? ഈ ഗോത്രത്തിലാണ് ആമേൻ രാജാതിരാജാവായവൻ, മശിയായവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്ന കഥാവ് വെളിപ്പെട്ടുവാറുണ്ട്. അപ്പോൾ
ദർശനം, സ്വപ്നം അത് നമുക്ക് മാത്രമല്ല, അത് ഫറവോനും കൊടുക്കും, ഇല്ലേ? ഫറവോനും സ്വപ്നം കൊടുക്കും. അതുപോലെ ദാനിയേൽ പ്രവാചക പുസ്തകം നാം പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവിനും സ്വപ്നം കൊടുക്കും. അപ്പോൾ ദൈവം ആരുടെ ഹൃദയത്തിലാണോ, ഇത് വചനം പറയുന്നത്, എനിക്ക് കരുണ തോന്നേണ്ടവരോട്, യെസ് ഹല്ലേലൂയ, എനിക്ക് കരുണ തോന്നേണ്ടവരോട് എന്ത് ചെയ്യും? കരുണ തോന്നും. അപ്പോൾ നമ്മളോട് കരുണ തോന്നുവാൻ ദൈവത്തിന് എന്ത് ചെയ്യും? ഇഷ്ടം തോന്നി എന്ന് പറയുക. നമ്മളോട് കരുണ തോന്നുന്നവർക്ക് നമ്മളോട് കരുണ തോന്നണമെന്നില്ല. ഉണ്ടോ? തെളിയിച്ചു തരാം. യഹോവയായ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി നമ്മളെ എന്ത് ചെയ്തു? വിളിച്ചു വേർതിരിച്ചു. രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ തോന്നി. പക്ഷേ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയതുപോലെ, കൃപ തോന്നിയതുപോലെ മറ്റുള്ളവർക്ക് നമ്മോട് കൃപ തോന്നണമെന്നില്ല. വിളിച്ചതോ? കാരണം എന്താ? ഈ ദർശനം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട്. വിളിച്ചതോ? അതിനൊരു ഉദാഹരണം നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ ഒന്ന് നമുക്ക് വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന് കരുണ തോന്നിയ ഒരു വ്യക്തിയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 1 മുതൽ വാക്യം. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിന്റെ വംശപരമ്പര എന്തെന്നാൽ യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോട് കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽപായുടെയും പുത്രന്മാരോട് കൂടെ ഇരുന്ന് അവരെ കുറിച്ച് ദുശ്രുതി യോസേഫ് അപ്പനോട് വന്നു പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമ്മൾ വായിച്ച അവന് ചരിത്രം ആരെ കുറിച്ചാണ് അറിയാമോ? യോസേഫിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ദൈവത്തിന് നമ്മോട് എന്ത് തോന്നി? കരുണ തോന്നി, കൃപ തോന്നി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൃപ തോന്നിയത് കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മോട് കരുണ തോന്നണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പിന്നിലെ വിഷയം എന്താ നമുക്കറിയാം. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മറ്റുള്ളവർക്ക് നല്ല സന്തോഷം പകരുന്ന സ്വപ്നമൊന്നുമല്ല. ആര് കണ്ടത്? സഹോദരന്മാർക്ക് നല്ല സന്തോഷം തരുന്ന, ഉത്തേജനം തരുന്ന ഒരു സ്വപ്നമല്ല ആര് കണ്ടത്? യോസേഫ് കണ്ടത്. യോസേഫ് കണ്ട സ്വപ്നം ഇങ്ങനെയാണ്: നമ്മൾ വഴിയിൽ കട്ട കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 11 കറ്റകൾ അല്ലെ എഴുന്നേറ്റിരുന്ന് യോസേഫിന്റെ കറ്റയെ നീന്നു. ആ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. അല്ലേ തന്നെ ഈ യോസേഫിനോട് നേരത്തെ തന്നെ എന്തുണ്ട്? ഒരു കണ്ണുകടിയുള്ളതാ. പ്രേക്ഷതാ അങ്ങനൊരു അസൂയുണ്ട്. കാരണം എന്താ? ആ യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് അവനെ അധികം സ്നേഹിച്ചു. കണ്ടോ? പ്രൈസ് ദി ലോർഡ്.
എന്താ വിഷയം? അല്ലല്ല, നിലയ്ക്കല്ല വിഷയം. അല്ല, നിലയ്ക്ക് പിന്നത്തെ വിഷയമാണ്. അവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാ? അപ്പൊ അപ്പൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? യോസേഫിനോടാ. യോസേഫിന് ഇഷ്ടം തോന്നുന്നത് കൊണ്ട് ചില നന്മകളൊക്കെ ആര് കൊടുത്തു? യാക്കോബ് യോസേഫിന് കൊടുത്തു. അപ്പോ ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടല്ലേ ചില പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അവൻ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നത്. ജാതികളിൽ നമ്മളെ എണ്ണപ്പെടാത്തതിന്റെ കാര്യം യഹോവയായ ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്ന് ഇന്ന് പകലിൽ എന്ത് ചെയ്യരുത്? ആർക്കും കൊടുക്കാത്ത ദർശനം, ആർക്കും കൊടുക്കാത്ത വെളിപ്പാട്, ആമേൻ, ആർക്കും കൊടുക്കാത്ത ചില ആമേൻ പ്രതിഫലം, ഹല്ലേലൂയ, വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആമേൻ വെളിപ്പെടുത്തി തന്നിരിക്കുക. ഈ ദർശനം മിണ്ടാതിരുന്ന കുഴപ്പമില്ല അല്ലെ? ഈ ദർശനಕ್ಕೆ അങ്ങനെ മൂടിവെക്കാൻ പറ്റുമോ? ഇത് ദൈവം തന്നതാണെങ്കിൽ ഒരിക്കലും ഈ ദർശനം എന്ത് ചെയ്യത്തില്ല, മൂടി വെക്കാൻ പറ്റുമോ? മൂടി വെക്കാൻ പറ്റത്തില്ല. അതാ വചനം പറയുന്നേ, തൈലപാത്രത്തിൽ തൈലമിരിക്കുക. ഇതങ്ങനെ തന്നെ എന്തിയിട്ടില്ല, ആമേൻ, ഇരിക്കത്തില്ല. ആമേൻ, ഒരു ദിവസം ഇതെന്ത് ചെയ്യും? തൈലത്തിന്റെ ഭരണി ആമേൻ പൊട്ടിച്ചു. ആര് പൊട്ടിച്ചു? യോസേഫ് പൊട്ടിച്ചു. അതിൽ നിന്ന് ആമേൻ തൈലത്തിന്റെ വാസന യോസേഫിന്റെ സഹോദരന്മാർ ആമേൻ ശ്വസിച്ചു. പക്ഷെ അവർക്ക് എന്തായി തോന്നി? ആമേൻ, അവർ ചില പദ്ധതി ഇട്ടു. ഒരേപോലെയുള്ള രണ്ട് സ്വപ്നങ്ങൾ, ഒരേ അർത്ഥമുള്ള രണ്ടർത്ഥങ്ങൾ, രണ്ട് സ്വപ്നങ്ങൾ ആര് കാണുകയാ? യോസേഫ് കാണുകയാ. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇത് ദൈവം അരുളി ചെയ്തതാ. അതുകൊണ്ട് ദൈവം അരുളി ചെയ്തതാണെങ്കിൽ അതിനെ നിവർത്തിപ്പാൻ ആര് ശക്തനാ? എന്റെ ദൈവ ശക്തനാണ്. ഹല്ലേലൂയ. ആരും അനുകൂലമായി നിന്നു വരത്തില്ല. ദർശനം കണ്ടത് ഒരു സമൂഹമായിട്ടല്ല. ആണോ? വെളിപ്പാടിലേക്ക് വരും. ദർശനം കാണുന്നത് സമൂഹമായിട്ടല്ല, ഒരു വ്യക്തിക്ക എന്ത് കൊടുക്കുന്നേ? ദർശനം കൊടുക്കുന്ന. ആ ദർശനത്തിനോട് കൂടെ കൈ കൊടുക്കുമ്പോഴാ ദർശനം എന്ത് ചെയ്യുന്നത്? അപ്പോൾ ദർശനം പ്രാപിക്കുന്നത് ഒരു വ്യക്തിയാണ്. അപ്പോൾ യോസേഫ് എന്ത് പ്രാപിച്ചു? സ്വപ്നം കണ്ടു. ആ സ്വപ്നം ആരോട് പറഞ്ഞു? സഹോദരന്മാരോട് പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്വപ്നം അതേ അർത്ഥമുള്ള വ്യത്യസ്തമായ മറ്റൊരു സ്വപ്നം ആരെ കാണുകയാ? യോസേഫ് കണ്ടു. എന്താ കണ്ടത്? ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു എന്ന ഒരു സ്വപ്നം ആരോട് പറഞ്ഞു?
തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. യോസേഫ് സ്വപ്നം കണ്ടപ്പോൾ എത്ര വയസ്സായി? ഏകദേശം 17 വയസ്സ്. നാം വചനം മറന്നു പോകരുത്. ഏതാണ് കുറുവാക്യം? ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അതതിന്റെ സമാപ്തിയിലേക്ക് ചെല്ലുവാൻ ബന്ധപ്പെടും. അപ്പോൾ ആ വാക്യമാണ് നമ്മുടെ കുറുവാക്യം. അപ്പോൾ യോസേഫ് ദർശനം കണ്ടു. അതാരോട് പറഞ്ഞു? സഹോദരന്മാരോട് പറഞ്ഞു. സഹോദരന്മാർക്ക് സ്നേഹമാണ് ഉണ്ടായത്, സ്നേഹമല്ല ഉണ്ടായത്. അവരോട് വൈരാഗ്യം ഉണ്ടാകുവാനായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്ക് ദൈവം, വചനം പറയുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. തോന്നത്തിന് കാര്യം ഇതൊക്കെയാണ്. ദൈവം തന്നെ അല്ലെ, ദൈവം തന്നെ മക്കൾക്ക് അല്ലെ, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഇന്ന് പകലിൽ വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഉണ്ടോ? പക്ഷേ വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവിൽ അത് നമുക്ക് എന്തിയാണ്? വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യോസേഫ് സ്വപ്നം കണ്ടു. വ്യത്യസ്തമായ 2 സ്വപ്നങ്ങൾ. അപ്പൊ യാക്കോബിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്വപ്നം, അപ്പൊ ഈ സ്വപ്നം ദർശനമുള്ളവനോടെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യരുത്. പ്രാർത്ഥനാ വിഷയം പറയരുത്. ഇത് വെളിപ്പാട് അറിയിച്ചോ. ഞാൻ എന്റെ വിഷയം, പ്രാർത്ഥന വിഷയം അങ്ങനെ ആരോടും എന്ത് ചെയ്യാറില്ല. കാരണം നമ്മുടെ ഉള്ള അവസ്ഥ ആരോട് പറഞ്ഞോണം? നമ്മുടെ ആരുടെ മക്കളാ? ദൈവത്തിന്റെ മക്കളെ. പക്ഷേ ഈ ദർശനം ആർക്ക് മനസ്സിലായി? ദർശനം പ്രാപിച്ച, സ്വപ്നം കണ്ട് പരിചയമുള്ള ആർക്ക് മനസ്സിലായി? യാക്കോബിന് മനസ്സിലായി. മനസ്സിലായോ? ഇത് സഹോദരന്മാർക്ക് പിടികിട്ടിയില്ല. ഈ പിടികിട്ടാത്തോണ്ട് പല പ്രശ്നങ്ങളും മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതാ ഉണ്ടാകുന്നവർ. അതുകൊണ്ടാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വലിയാളുടെ ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഞാൻ മനസ്സുതുക്കി രൂപാന്തരപ്പെടണമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവേ, അവന്റെ ഹൃദയ ദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. നമ്മുടെ ദേശത്തായിരിക്കുമ്പോൾ ദേശത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏലീശ ഒരിക്കൽ പ്രാർത്ഥിച്ചു. ഏലീശയെ പിടിക്കുവാൻ വേണ്ടി ഒരു മല മുഴുവൻ രാജാവിന്റെ സൈന്യത്തെ കൊണ്ട് നിറച്ചു. പിറ്റേ ദിവസം ബാല്യക്കാരൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു മല മുഴുവൻ സൈന്യമായി നിൽക്കുകയാ. പ്രവാചകന് വല്ല പേടിയുണ്ടോ? പേടിയുണ്ടോ? ഒരു പേടിയില്ല. എലീശ പ്രവാചകന് ഒരു പേടിയില്ല. എന്താ കാരണം? എലീശ പ്രവാചകൻ ദർശനമുള്ളവനാണ്. ദർശനമുള്ളവൻ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. കാരണം നമ്മളെ വിളിച്ച് വേർതിരിച്ച ദൈവം സർവശക്തനായ ദൈവമാണ്. ഈ ദർശനം നമ്മൾ എന്ത് ചെയ്യാം?
പ്രാപിച്ചത്. അപ്പോൾ എത്ര വലിയ വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ഭയപ്പെടാതെ നിൽക്കുന്നതിന്റെ കാര്യം വിളിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ദർശനം പ്രാപിച്ച ഏലീശയ്ക്ക് ഭയമില്ല. ഗേഹസി അല്ലെങ്കിൽ പാലക്കാരൻ ഭയപ്പെട്ടു. അയ്യോ യജമാനനെ, നമ്മൾ എന്ത് ചെയ്യും? ഒരു ചോദ്യമാണ് അല്ലെ? പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, അയ്യോ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന വീഡിയോയിലെ കേൾക്കുന്ന ആരെങ്കിലും എന്നെ ചോദ്യം ചോദിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ദർശനത്തിനായി പ്രാർത്ഥിക്കുക. അപ്പോൾ എലീശ ഒന്നും പറഞ്ഞില്ല. ഇവന് വേണ്ടി ഒറ്റ പ്രാർത്ഥനയാ. എന്താ പ്രാർത്ഥിച്ചത്? ഇവന്റെ കണ്ണൊന്ന് എന്തിയണം? തുറക്കണം. ഒറ്റ പ്രാർത്ഥനയാ. പ്രാർത്ഥിച്ചപ്പോൾ എന്താ കണ്ടേ? കണ്ണു തുറന്നു. അകത്തെ കണ്ണുകൾ തുറന്നു. പുറത്തെ കണ്ണ് അടഞ്ഞാലും കുഴപ്പമില്ല, അകത്തെ കണ്ണ് എന്ത് ചെയ്യണം? തുറക്കണം. അതുകൊണ്ടാ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, നിന്റെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന അത്ഭുത കാണേണ്ടതിന് എന്റെ കണ്ണുകൾ എന്ത് ചെയ്യണം? പ്രകാശിപ്പിക്കണം. ഗേഹസിയുടെ കണ്ണു തുറന്നു. ഒരു മല മുഴുവനും സ്വർഗത്തിലെ സൈന്യങ്ങൾ മല മുഴുവൻ നിറഞ്ഞതായിട്ട് ആര് കാണുകയാണ്? കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പല വിഷയങ്ങൾക്ക് ദൈവം ചെയ്തു മറുപടി തന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ എല്ലാ വിഷയവും എല്ലാവരോടും എന്ത് ചെയ്യരുത്? പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു ദൂത ഏറ്റെടുത്തു. നമ്മുടെ ആവശ്യങ്ങൾ ആരോട് പറഞ്ഞോണം? ഈ ദർശനം എല്ലാവർക്കും ഉണ്ടെന്ന് വരത്തില്ല. കാരണം അനേകരെ കണ്ണ് മങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ വചനം ഞാൻ കുറെ നാളിങ്ങനെ ധ്യാനിച്ച വചനമാണ്. അത് വചനമാണ്. ദർശനത്തിന് ഒരു മാസത്തോളം ഞാൻ ഈ വചനം ഇങ്ങനെ അയവിറക്കി. അങ്ങനെ കിട്ടിയ ചില ദൂതിലൂടെയാ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. അപ്പോൾ യോസഫ് എന്ത് പ്രാപിച്ചു? ദർശനം പ്രാപിച്ചു. അതാർക്ക് മനസ്സിലായി? സ്വപ്നം കണ്ട് പരിചയമുള്ള ആർക്ക് മനസ്സിലായി? യാക്കോബിന് മനസ്സിലായി. അപ്പോൾ യാക്കോബിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരാളെങ്കിലും സ്വപ്നം കണ്ടവനുണ്ടല്ലോ. അപ്പോൾ ഈ കാര്യം യാക്കോബിനോട് വന്ന് പറഞ്ഞു. യാക്കോബും സഹോദരന്മാരുടെ ഈ ഇടർച്ച കാണാതിരിക്കേണ്ടതിന് യോസേഫിനെ എന്ത് ചെയ്തു? ഒന്ന് സ്നേഹത്തോടെ ശാസിച്ചു. ഇല്ലേ? താഴേക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37. അവൻ അത് അപ്പനോട് സഹോദരന്മാരും അറിയിച്ചപ്പോൾ, ആരോടൊക്കെ പറഞ്ഞു? അപ്പനോടും സഹോദരനോടും അറിയിച്ചപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? അപ്പൊ ചില ശാസ്ത്രങ്ങൾ കിട്ടുന്നത് നല്ല അല്ലേ? ചില നമുക്ക് പലപ്പോഴും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? അപ്പം ശാസ്ത്രയ്ക്ക് നമുക്ക് എന്താ ആവശ്യമാണ്? അത് വചനം പറയുന്നത് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിൽ. ഇപ്പോൾ ശ്രേഷ്ഠന്മാരായ ദൈവത്തിന്റെ ദാസന്മാർ നമ്മളെ ശാസിക്കുന്നത് പക്ഷെ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമല്ല അല്ലേ? പക്ഷെ നമ്മൾ അതെന്ത് ചെയ്യണം? ശീലിക്കണം. അപ്പോൾ അപ്പനെന്ത്? കാരണം ഒരിക്കലും നശിച്ചു പോകാനല്ല, പിന്നെയോ നമ്മൾ നമ്മെ നന്നാകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനം നമ്മെ എന്ത് ചെയ്യുന്നത്?
ശാസിച്ചത് വയസ്സിലോ താഴേക്ക് വായിക്കാം. അപ്പനവനെ ശാസിച്ചവനോട് നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുവാൻ വരുമോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. എന്താ തോന്നിയ? അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്ന അപ്പനോ ഈ വാക്ക് എന്ത് ചെയ്തു? ആമേൻ. ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ദർശനം കണ്ട യോസേഫിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നറിയാമോ? 17 വയസ്സായപ്പോൾ ദർശനം കണ്ടു. 20 വെള്ളിക്കാശിനെ ആരവിച്ചു. തന്റെ സഹോദരന്മാർ യോസേഫിനെ വിറ്റു. എന്താ ചെയ്ത കുറ്റം? യോസേഫ് എന്നാ ചെയ്ത? വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഒരു സ്വപ്നം മാത്രം കണ്ടു. അത് ആരോട് പറഞ്ഞു? ഈ ഒരു കുറ്റമേ ആര് ചെയ്തോളൂ? യോസേഫ് ചെയ്തില്ല. പക്ഷേ ആരോട് അസൂയ തോന്നി? യോസേഫിനോട് അസൂയ തോന്നി. എന്ന പകലിൽ അവൻ ചിലർക്ക് നമ്മോട് എന്ത് തോന്നാറുണ്ട്? അസൂയ തോന്നാറുണ്ട്. അസൂയ തോന്നുന്ന ഒരു അന്ധകാരമണ്ഡലമുണ്ട്. മനസ്സിലായോ? മനസ്സിലാക്കണം. അസൂയ തോന്നുന്ന, ശുശ്രൂഷയെ തകർത്ത് കളയുന്ന, ശുശ്രൂഷയെ മുൻപോട്ട് വിടാതെ ആമേൻ ഞെരുക്കമിട്ടുകൊണ്ട്, ആമേൻ വേദന ഇട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയാതെ, ആമേൻ പൊട്ടക്കുഴി പോലെയുള്ള അവസ്ഥയിലിട്ട് ആമേൻ മുൻപോട്ട് പോകുവാൻ കഴിയാതെ അവൻ തളച്ചിടുന്ന, അവൻ ചില അസൂയ പിടിച്ച ചില അന്ധകാര മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഈ വെളിപ്പാട് നമുക്ക് മാത്രമല്ല, ആർക്ക് കൊടുത്തിട്ടുണ്ട്? സാത്താനും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഈ വെളിപ്പാട് ആർക്കും കൊടുത്തിട്ടുണ്ട്? സാത്താനും കൊടുത്തിട്ടുണ്ട്. സാത്താന് കൊടുത്ത വെളിപ്പാട് കേൾക്കണോ? ഇത് ചുമ്മാ പറയുന്നില്ല, വചനത്തിന്റെ ദൂതിലൂടെ പറയുക. സാത്താനോട് യഹോവയായ ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ ഇത് കേട്ട വല്ല ഇഷ്ടമുണ്ടോ? ഇതാ സാത്താന് കൊടുത്ത വെളിപ്പാട്. എന്താ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. നീ അവന്റെ കുതികാരം നീയും തകർക്കും. അന്നു മുതൽ പൈശാചിക മണ്ഡലങ്ങൾ ഇസ്രായേലിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. അവൻ അന്നും പ്രവർത്തിക്കും, ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ അന്ധകാര മണ്ഡലങ്ങളെ ജയിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ഇന്ന് പകലിൽ നമ്മുടെ അകത്തളത്തിൽ അവന് ദർശനമായി വെളിപ്പായി ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുന്നത് കൊണ്ട് പിശാചിന് നമ്മളെ തകർക്കുവാൻ, ഉടച്ചുകളവാൻ ഒരു കാലത്ത് വേണ്ടിയിട്ടില്ല, സാധിക്കത്തില്ല. നിന്നെ തകർത്ത് കടവാൻ ഒരന്ധകാര മണ്ഡലക്കും കഴിയത്തില്ല. കാരണം നിന്നെ വിളിച്ചവൻ വിശ്വസൻ, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. പിശാചിന്റെ തലയെ തകർന്നു പോകാതെ അവൻ അന്നു മുതൽ എന്ത് ചെയ്യാം? അതേ തുടർന്ന പല പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നത്? അവൻ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനായി തീർന്നു. മോശ ജനിച്ചു, ഇല്ലേ? മോശയെ കൊന്നുകളവാൻ ദുഷ്ടശക്തിയായ പരമന ഹൃദയത്തിന്റെ അകത്തളത്തിൽ ആമേന് ആലോചന കൊടുത്തു. ആണുങ്ങളായ ശിശുക്കളെ മുഴുവൻ എന്ത് ചെയ്യണം? കണ്ടോ?
അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അവൻ വാഴ്ചകളുടെ മേൽ അധികാരങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ അതാ അശ്ശൂർ രാജാവിന്റെ മേലും എന്ത് ചെയ്യുന്നത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യോസേഫിനെ 20 വെള്ളിക്കാശിനെ എവിടെ വിറ്റു? ഇസ്മായേലിലേക്ക് വിറ്റു. അവിടെ നിന്ന് ആദ്യം എന്താ ദർശനം പ്രാപിച്ചവന്റെ ആദ്യത്തെ വിഷയം, ദർശനം പ്രാപിച്ചവൻ ഒരിക്കലും നല്ലൊരു പാതയല്ല എന്ത് ചെയ്യുന്നത്. ആദ്യം ഇറങ്ങുമ്പോഴേ ആദ്യത്തെ സംഭവം തന്റെ സഹോദരന്മാർ അവനെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടു. മനസ്സിലായോ? ആദ്യം എന്താ പദ്ധതി ഇട്ട്? കൊല്ലാൻ. പക്ഷേ ദൈവം എന്ത് ചെയ്തില്ല? അതിനെ അനുവദിച്ചില്ല. അതിനുശേഷം പൊട്ടക്കുഴിയിട്ടു. അതിനുശേഷം ആമേൻ ഹല്ലേലൂയ ഇസ്മായിലിലേക്ക് വിറ്റു. അവിടെ നിന്ന് പോത്തിഫറിന്റെ ഭവനത്തിൽ കടന്നു വന്നു. അവിടെയും അനേകം പരീക്ഷണങ്ങൾ, പരിശോധനകൾ യോസേഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യോസേഫിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയായ ദൈവം അവനോട് കൂടെയുള്ളത് കൊണ്ട് അവനെ യഹോവയായ ദൈവം ഉയർത്തുവാനായി തീർന്നു. ഇന്ന് പകലിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കണം. ആരും നമ്മോട് കൂടെ ഇല്ലെങ്കിലും ഒരു സഭ നമ്മോട് കൂടെ ഇല്ലെങ്കിലും, ഒരു ജനം നമ്മോട് കൂടെ ഇല്ലെങ്കിലും, ആരും നമ്മോട് കൂടെ ഇല്ലെങ്കിലും, ആര് കൂടെ ഇരിക്കണം? ദൈവം എന്നോട് കൂടെ ഇരിക്കണം. ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമാണ്? നീ എന്നോട് കൂടെ ഇരിക്കണം. അതാ വചനം പറഞ്ഞത്, പാപം ചെയ്യാതെ യോസേഫ് മാറിയതിന്റെ കാര്യം. യോസേഫ് പറയുന്നൊരു കാര്യമുണ്ട്, യഹോവയായ ദൈവം അവനോട് കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യം. പലപ്പോഴും ആ ബോധ്യം ദൈവസഭകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ദേശത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകലിൽ ദൈവജനമേ മടങ്ങി വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. യോസേഫ് എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. കാരണം എന്താ? ദൈവ സാന്നിധ്യത്തിന്റെ ബോധം. അതാ വചനം പറയുന്നത്, പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ഒരു ബോധം. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? എപ്പോഴും ഉണ്ടാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ യോസേഫ് എന്ത് ചെയ്തു? കാരാഗൃഹത്തിലായി. വീണ്ടും അവിടെ രണ്ടുപേർ ഒരേ അർത്ഥമുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത അർത്ഥമുള്ള രണ്ട് സ്വപ്നം കണ്ടു. കണ്ടോ? രണ്ട് സ്വപ്നം. ആ സ്വപ്നം ആരാ വ്യാഖ്യാനിച്ച്? ഇപ്പൊ സ്വപ്നം കാണുക മാത്രമല്ല, അതിനെ വ്യാഖ്യാനിക്കുവാൻ അവൻ ഈ വചനം വ്യാഖ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യാ? ബലപ്പെടുത്തിയിരിക്കുന്ന വചനത്തിന്റെ അകത്തളത്തിൽ മറഞ്ഞു കിടക്കുന്ന ദൈവിക മർമ്മങ്ങള്, ദൈവത്തിന്റെ വചനത്തിന്റെ അകത്തളത്തിൽ മറഞ്ഞിരിക്കുന്ന സൗഖ്യങ്ങളെ, ദൈവവചനത്തിന്റെ അകത്തളത്തിൽ മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്ന ഹല്ലേലൂയ. അപ്പോൾ സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നത്തെ വെളിപ്പെടുത്തുകയും ആ സ്വപ്നം അതേപോലെ എന്ത് ചെയ്തു? വ്യാഖ്യാനിക്കുവാൻ. അതുപോലെ തന്നെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ 3 ദിവസം തന്നോടുകൂടെ കഴിഞ്ഞ അപ്പക്കാരന്റെ പ്രമാണിയെയും പാനപാത്രക്കാരന്റെ പ്രമാണിയെയും കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച് അപ്പക്കാരന്റെ പ്രമാണിയെ തൂക്കിക്കളവാനും, അതുപോലെ തന്നെ പാനപാത്രവാഹകനെ രാജാവിന്റെ
പാനപാത്രവാഹകനായി പിന്നെയും നിയമിപ്പാനിടയായി തീർന്നു. അപ്പോൾ യോസേഫ് ഒരു കാര്യം പറയുന്നുണ്ട്, നീ രാജാവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്റെ കാര്യം ഒന്ന് എന്ത് ചെയ്യണം, പറഞ്ഞ് എന്നെ എന്ത് ചെയ്യണം, ഒന്ന് ഈ കാരാഗ്രഹത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ഒന്ന് രക്ഷിക്കണം. രക്ഷിച്ചോ? ഇല്ല. തന്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും തനിക്ക് കിട്ടിയ നന്മകളും നിമിത്തം ആമേൻ ഹല്ലേലൂയ ആരെ മറന്നുപോയി? കണ്ട, ആര് മറന്നുപോയി? ചില കാര്യങ്ങളൊക്കെ മറക്കുന്നത് പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങളൊന്നും കിട്ടിയില്ലെന്നോർത്ത് നമ്മളെ എന്ത് ചെയ്യണ്ട, ഭാരപ്പെടേണ്ട. അതാ വചനം ദർശനത്തിന് എന്ത് ചെയ്യുന്നു, ഒരവധി വെച്ചിരിക്കുന്നു. യോസേഫിന്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം ദർശനത്തിന് അവധി വെച്ചു. ഓർക്കാന്നൊക്കെ പറഞ്ഞു അല്ലേ, പക്ഷേ എന്ത് ചെയ്തില്ല, ഓർത്തില്ല. ഓർക്കാത്തതും എന്താ നല്ലതാ. ചില കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഓർക്കത്തില്ല ഒരിക്കലും. ആമേൻ. എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ആമേൻ ആ രാജാവിനെ കൊല്ലുവാൻ വേണ്ടി അല്ലെങ്കിൽ അപായപ്പെടുത്തുവാൻ വേണ്ടി മൊർദെഖായി രാജാവിന് ആമേൻ കാര്യം കൊടുത്തു. പക്ഷേ ആ കാര്യം ആര് മറന്നുപോയി? രാജാവ് മറന്നുപോയി. അവൻ ചിലരൊക്കെ വെയിറ്റ് ചെയ്യുന്നതിന് കാര്യം എന്താണെന്നറിയാമോ? മേത്രമായതൊന്ന്, ആരും കാണാത്ത ഒന്ന്, ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന്, സ്വപ്നം പോലെ കാണാത്ത ഒന്ന്, ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത ഒന്ന്, എനിക്ക് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം നീ പകൽക്കാലം മറന്നുപോകരുത്. പലരും നമ്മെ മറന്നു കളയും, പലരും നമ്മളെ മറന്നു കളയും. അത് പക്ഷെ നമ്മുടെ ഉള്ളിൽ വേദനയായി നിന്നേക്കാം. പക്ഷെ നീ പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, വേദനിക്കണ്ട, നിരാശപ്പെടണ്ട. ആമേൻ. ഒറ്റപ്പെടൽ വേദനകൾ ജീവിതത്തിൽ കടന്നു വരും. പലരും മറന്നുപോയി എന്ന് വരാം. എന്നാ നീ അതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. എത്ര വർഷം പിന്നെയും കടന്നു? 2 വർഷം കൂടെ യോസേഫിന്റെ ദർശനം പൂർത്തിയാകുവാൻ 2 വർഷം കൂടെ എന്ത് ചെയ്തു? കാരാഗൃഹത്തിൽ കിടക്കുവാൻ ഇടയായിത്തീർന്നു. അതാ വചനം പറയുന്നേ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ചെല്ലുവാൻ ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. ആമേൻ. സമയം തെറ്റുകയില്ല. സമയം വൈകിയാലും അതിനായി എന്ത് ചെയ്യണം? യെസ്, യെസ്, ഹല്ലേലൂയ. അപ്പോൾ 17ാമത്തെ വയസ്സിൽ ദർശനം പ്രാപിച്ച യോസേഫിന് 30ാമത്തെ വയസ്സിൽ എവിടെ നിന്നെന്നറിയാമോ? ഇതുപോലെ തന്നെ ഒരേ അർത്ഥമുള്ള 2 വ്യത്യസ്ത സ്വപ്നങ്ങൾ ആര് കാണുകയാ? ഫറവോൻ കാണുകയാണ്. അപ്പൊ എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യത്തില്ല, ദൈവം വെളിപ്പെടുത്തുകയില്ല. ദൈവത്തിന്റെ സമയമാകുമ്പോ ദൈവം തന്റെ പദ്ധതികൾ എന്ത് ചെയ്യും. അതുകൊണ്ട് സഭയില് ഒരു ദൂത് വിളിച്ചു പറയാറുണ്ട്. ആമേൻ. നഗർക്കാല ശൂന്യതയാണെങ്കിലും നിരാശപ്പെടണ്ട. സഭയുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഒരു വലിയൊരു കൊയ്ത്തുണ്ട്. ഇന്നലെ ദൈവത്തിന്റെ വചനം പറയുന്നു, വലിയൊരു കൊയ്ത്ത് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ആമേൻ. നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട, അതിനെ കാത്തിരിക്ക. ആമേൻ. നിന്നെ ചില ദേശത്തേക്ക് അയക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതാ ഫറവോന് സ്വപ്നം കാണുകയാണ്. ഒരു
ഒരേ അർത്ഥമുള്ള രണ്ട് വ്യത്യസ്ത ആ അർത്ഥത്തിന്റെ വ്യാഖ്യാനം ആര് കൊടുക്കുകയാ? അന്നേരമാണ് ആർക്ക് മനസ്സിലായത്? അവൻ ഈ പ്രമാണിക്ക് മനസ്സിലായത് തങ്ങൾ കാലഘട്ടത്തിലായിരുന്നപ്പോൾ. ഹല്ലേലൂയ! ഒരു കാര്യം സംഭവിച്ചു. ഇന്ന് പകലിൽ നമ്മൾ പലർക്കും പല നന്മകളും ചെയ്തിട്ടുണ്ട്. പലരും നമ്മളെ പലപ്പോഴും മറന്നുപോയി കാണാം. മറന്നുപോയവർ മറന്നുപോകട്ടെ. പക്ഷെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. സകല തക്ക സമയത്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, ദൈവത്തിന് വേണ്ടി ഓടിയത്, ദൈവത്തിന് വേണ്ടി ചെലവായത്, ദൈവത്തിന് വേണ്ടി ചെലവാക്കിയത് എല്ലാം ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ആമേനുണ്ട്. ഹല്ലേലൂയ! അതുകൊണ്ട് ഒരിക്കലും ആമേൻ നിരാശപ്പെട്ടു പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട. ആമേൻ ഇതിലൂടെ കടത്തിവിടുന്നത് വലിയൊരു കൊയ്ത്തുണ്ട്. ഇതിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമുക്ക് വർണ്ണിക്കുവാൻ. എന്തിനാണ് ദൈവം ചില ഘടകാലത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത്? വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, തേജസ്സേറിയ ശുശ്രൂഷ. പഴയ ഞാനിന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുക. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ തേജസ്സിന്റെ ശുശ്രൂഷയാണെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ തേജസ്സേറിയ ശുശ്രൂഷ. 17 വയസ്സില് അവൻ യോസേഫിന് തന്റെ ഭവനത്തിൽ നിന്ന് അവൻ സ്വപ്ന നിമിത്തം ഇറങ്ങി തിരിച്ചു. 30 വർഷം 30 വയസ്സായപ്പോൾ ദൂതിലേക്ക് വരാം. 30 വയസ്സായപ്പോൾ ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിലെ രാജാവാക്കിയ യഹോവയായ ദൈവം യോസേഫിനെ വാഴിച്ചു. എത്ര വർഷം ഈ കഷ്ടതയിലൂടെ കടന്നുപോയി? 13 വർഷം. 17ാമത്തെ വയസ്സിൽ ഭവനത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു. അല്ലേ? അതാ വചനം പറയുന്നേ, ഞാൻ നിന്നെ വശീകരിച്ച് എങ്ങോട്ട് കൊണ്ടു? മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എങ്ങനെ സംസാരിക്കും? യെസ്, കൃത്യമായി സംസാരിക്കുന്ന. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അതിന്റെ സമാപ്തിയിലേക്ക് ചെല്ലുവാൻ ബന്ധപ്പെടുന്നു. സമയം തെറ്റിച്ചു കളയുന്ന അന്ധകാര മണ്ഡലമുണ്ട് എന്ന് പകർക്കാനും. അതുകൊണ്ട് വചനം പറയുന്നു, വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും സ്വർലോകളുടെയും ഭൂലോകളുടെയും അധോലോകളുടെയും സകല മുഴങ്കാലുകളും മടങ്ങുന്ന അതിനായി തന്നെ എന്തിനു കാത്തിരിക്കുക. അതാ വചനം പറഞ്ഞു, ഹോയേ കാത്തിരിക്കുന്നവർ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതുകൊണ്ട് യോസേഫിനോട് യഹോവയായ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ രാജാവിനെ പോലെയാണ്. എവിടെ വാണത്? കാരാഗൃഹത്തിലും വാണത്. ഇന്ന് പകരം ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഇന്ന് പകരം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. ഇന്ന് പകലിൽ നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, നാം അനുഭവിക്കുന്ന വേദനകൾ, നാം അനുഭവിക്കുന്ന ചില മരുഭൂമിയുടെ അവസ്ഥകൾ എന്തിനാണെന്നറിയാമോ? പഴയ നിയമത്തിന്റെ ശുശ്രൂഷ തേജസ്സിന്റെ ശുശ്രൂഷയാണെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വലിയവനായ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ യോസേഫിന്റെ മനോഭാവം പകൽ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുവാൻ. ഒരിക്കലും യോസേഫിന് തന്റെ സഹോദരന്മാരോട് പകയോ പിണക്കമോ ഒന്നും എന്തിയില്ല. തോന്നിയിലെ ഹൃദയപൂർവമായി സഹോദരന്മാരോട് അവനെ സ്നേഹിപ്പാൻ ക്ഷമിക്കുവാൻ ഇടയായിത്തീർന്നെങ്കിൽ ഇന്ന് പകലിൽ അതേ മനോഭാവം തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്നീ പകലിൽ നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്നീ പകലിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അതതിന്റെ സമാപ്തിയിലേക്ക് ചെല്ലുവാൻ ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അവൻ സമയം തെറ്റിയാൽ അവതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം.
ആമേൻ. സ്വന്തം കണ്ണല്ല, ആമേൻ, അന്യ കണ്ണല്ല, സ്വന്തം കണ്ണാൽ തന്നെ ആമേൻ എന്റെ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം, ഈ ഭൂമിയെ തന്നെ നന്മ അനുഭവിപ്പാൻ തക്കവണ്ണം പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വലിയതുമായി നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് എടുത്തു വരുന്നു. പിതാവിന്റെ തിരു സാന്നിധ്യം ഈ ഭവനിൽ ഞങ്ങളുടെ മധ്യത്തിലുള്ളതാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സഭയെ സ്വർഗം അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണം. ആമേൻ. ഇവിടെ നിന്ന് ഭരക്കണം. പ്രൈസ് ദി ലോർഡ്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ കടന്നിരുന്നു ആമേൻ ശക്തിമേറിയ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ തന്നെ തക്കവണ്ണം അഭിഷിക്ത ദൈവം ഉപയോഗിക്കുന്ന ആമേൻ ഒരുക്കിയെടുക്കുന്ന വലിയവയ്ക്കായി നീയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രമാനമൗത്തുമുഖച്ചുമെല്ലാം എന്റെ പിതാവിന് യേശു ക്രിസ്തുവിനെ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ ക്രോധോന്നിക്കളങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവസരം നന്ദി സഭയോടും ആമേൻ എല്ലാവരും ദൈവസഭയും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം നമ്മൾ ധാരാളമായും